ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വർക്ക് ഫ്ലോ വ്ലോഗ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് അല്ല, അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ട് പോണത് ഡ്രൈവിംഗ് ക്ലാസ്സിലേക്കാണ്. ഫസ്റ്റ് ഡേ ആണ് ഇന്ന് എൻ്റെ. ചിരകാല അഭിലാഷമാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത്. പക്ഷേ എല്ലാം കൂടി ഒത്ത് ഇപ്പോഴാണ് അതിനുള്ള സമയമായതെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ടെൻഷനല്ല, മനസ്സിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ എന്നുള്ളത് എനിക്ക് പോണ വഴിക്ക് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഒന്ന് ഗ്രൗണ്ട് വരെയുള്ള ക്ലിപ്പുകൾ മാത്രം. എനിക്കവിടെ വീഡിയോ എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഇതിലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം വലിയ ആഗ്രഹമാണ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണം എന്നുള്ളത്. എപ്പോൾ നടക്കും എന്നുള്ളത് അറിയില്ല, പക്ഷേ അതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ വർഷമാണ് ഒരു കറക്റ്റായിട്ടുള്ളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എനിക്കതിലേക്കുള്ള കാര്യങ്ങൾ നമ്മളൊരു സംഗതി പ്ലാൻ ചെയ്താലാണല്ലോ അതിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് തോന്നുക. അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് മനസ്സിലിങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യുകയോ ചെയ്താൽ മാത്രമാണ് എപ്പോഴും നമുക്കത് ഓർമ്മ വരും. ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ, ഇന്ന ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്നുള്ളൊരു ഒരു തോട്ട് ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നത് കൊണ്ടാണ് ഈ ലാസ്റ്റ് മിനിറ്റിലെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ നിങ്ങളും വിഷൻ ബോർഡിനെ കുറിച്ചൊക്കെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുക, ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുക, അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല. ഈ ഗ്രൗണ്ടിൽ ഞാൻ ഞെട്ടിപ്പോയി. ഈ ഗ്രൗണ്ടിൽ ഞാൻ മുന്നും പലതവണ വന്നിട്ടുണ്ട്, പക്ഷേ ഡ്രൈവിംഗ് പഠിക്കാനല്ല എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള അമ്പലമാണ്. അമ്പലത്തിൽ വരുമ്പോൾ നമ്മളിവിടെ ഈ ഗ്രൗണ്ടിലേക്ക് വരാറുണ്ട്. കാറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാറ്റ്, നിങ്ങൾക്ക് കാറ്റിൻ്റെ ഒരു ഫോഴ്സ് ഇതിൽ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. എന്നെ പറത്തിക്കൊണ്ട് ഞാൻ വെറുതെ നിന്നാൽ പറന്നു പോകുന്ന അത്രയും കാറ്റുണ്ട് കേട്ടോ. ഈ കാറ്റത്ത് ഞാൻ എങ്ങനെയാണ് ടൂ വീലർ ഓടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ആലോചിച്ച് ഞാനിങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുകയാണ്. അത്രയും കാറ്റ്. പക്ഷേ നല്ല രസമുണ്ട്, നല്ല രസമുള്ള എന്താ പറയുക, ഇപ്പോൾ വണ്ടി ഓടിക്കാനൊന്നും അല്ലെങ്കിൽ നമുക്ക് വെറുതെ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കാൻ നല്ല രസമുള്ളൊരു കാലാവസ്ഥ, നല്ല കാറ്റ്, അപ്പുറത്ത് പാടം, ഇപ്പുറത്ത് മരങ്ങൾ, എന്താ പറയുക വലിയ ഗ്രൗണ്ട്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഇതാണൊരു ടാസ്ക്. എന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് വിവേട്ടൻ പോയിട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇന്ന് വന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോടൊന്ന് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിക്കാനുള്ള ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ അത്ര പോരാ, ആളുകളായിട്ട് ഫസ്റ്റ് ഡേ തന്നെ പരിചയപ്പെടാനും കമ്പനി ആവാനൊന്നും ഞാൻ തീരെ പോരാ. എനിക്ക് നല്ല സമയമെടുക്കും. അതുകൊണ്ട് പിന്നെ ആ കാര്യം നടന്നില്ല. നെക്സ്റ്റ് ഡേ പോകുമ്പോൾ അവരോട് ആരോടെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്ത് തരുമെന്ന് ചോദിക്കണമെന്നുണ്ട്. നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 2 റൗണ്ട് ഈ MITയുടെ വണ്ടി പ്രാക്ടീസ് ചെയ്തു, റോഡ് പ്രാക്ടീസിന് കൊണ്ടുപോയി. അങ്ങനെ തിരിച്ച് ഹസ്ബൻഡ് വന്ന സമയത്ത് ഞാൻ എന്നെ ഈ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന പോലെ ഒരു ക്ലിപ്പ് എടുത്ത് തരുമോ ചോദിച്ചിട്ട് അങ്ങനെ എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാറ്റിൻ്റെ ഒരു സ്ട്രെങ്ത്ത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാൻ കുറച്ച് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇത് നമ്മുടെ ആർട്ട് ചാനലിലേക്കുള്ള കണ്ടൻറ്റാണ് കേട്ടോ. നമ്മുടെ ചാനലിലുള്ള ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മുഴുവൻ ഞാൻ ഇനി എൻ്റെ ആർട്ട് ചാനലിലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ചാനൽ തുടങ്ങിയിട്ടിട്ട് 2 വർഷത്തിന് മീതെയായി. അതിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്, പക്ഷേ കണ്ടിന്യൂ ചെയ്തില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ചാനലിൻ്റെ ഗ്രോത്ത് കുറച്ചൊരു ടാസ്ക് ആണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ടൻറ്റിനെ കറക്റ്റ് സബ്ജക്റ്റ് വൈസ് ചാനലൈസ് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്കുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു പ്ലാന്റിൻ്റെ സെറ്റപ്പ് ഏകദേശം റെഡിയാക്കി അതൊന്ന് ടൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ആർട്ടിസ്റ്റ് വൈ കൃഷ് എന്നുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ അതിലാവും ചെയ്യുന്നുണ്ടാവുക ഞാൻ. അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കിയപ്പോൾ ഈ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടുള്ള ഒരു 6-7 പ്ലാന്റ് ഞാൻ അതിൽ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ഈ ചാനലിലും ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ കാണിക്കുകയുണ്ടായി. ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഷോർട്ട് വീഡിയോ. ട്യൂട്ടോറിയൽ ഞാൻ അതിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഹലോ, ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്, ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട്. 11 മണിക്ക് തൊട്ട് ഉച്ചയാവും, ഒരു 1-1.5
മണിക്കൂർ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി ഒരു 12 മണി വരെയൊക്കെ ഇരുന്ന് കുലങ്കഷമായിട്ട് ചാനലിനെ ഇരുത്തി അനലൈസ് ചെയ്ത് പെർപ്ലക്സിറ്റിയോടൊക്കെ ചോദിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്താൽ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അവലോകനം നടത്തി കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലിപ്സിൽ കാണിച്ചല്ലോ, മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലാന്റ്സിൻ്റെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഉണ്ടാക്കുന്നത്, അത് ആർട്ട് ചാനലിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതിനെ കൃത്യമായിട്ട് അതിനെങ്കിലും കൃത്യമായിട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിക്ക് ഞാനൊരു 6-7 വീഡിയോ ആ ഒരു രീതിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1-2 ചെറിയ സംഗതികൾ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതെടുക്കണം നമുക്ക്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ചാനൽ നമസ്വി കൃഷ്ണ വിപിൻകുമാർ എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി ചാനൽ. അതിനെ ഒന്ന് എന്താ പറയുക അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ടാസ്ക്. ഇനിയിപ്പോൾ ഈ ഒരു 1.5 മാസമല്ലല്ലോ, ഒരു മാസമല്ലേ ഉള്ളൂ. ഇന്ന് 26 അല്ലേ, 26-ാം തീയതി ആയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ കഷ്ടി ഒരു മാസം തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെയുള്ള 4 ദിവസം കണക്കിൽ കുത്താൻ പറ്റില്ല. എന്നാലും ഒരു മാസം കൊണ്ട് അതിലേക്കൊരു വിസിബിളായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട്. അപ്പം അതിനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്. തെറ്റിൻ്റെ ഭാഗത്താണ് കേട്ടോ, എൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ ഭാഗത്തുള്ള തെറ്റെന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. ഞാൻ ചാനൽ തുടങ്ങുന്നത് 2020-ലാണ്. അപ്പം അതിന് മുന്നേ, അതായത് എൻ്റെ കുട്ടിക്ക് ഒരു 6 മാസമുള്ളപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ചാനൽസ് എന്ന് പറയുന്നത് നമ്മുടെ അശ്വതിയുടെ ചാനൽ, അശ്വതി മലയാളം, പിന്നെ ദീപ ചേച്ചിയുടെ ചാനൽ, ദീപ ജോൺ. അപ്പോൾ ഇവരൊക്കെ നമ്മളിപ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളിലേക്കാണല്ലോ കൂടുതൽ കണക്റ്റ് ആവുക. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പം ഞാനത് കണ്ടിട്ട് ആ സമയത്ത് ചാനൽസൊക്കെ ഇങ്ങനെ എന്താ ഭൂമിയിൽ വരുന്ന ഒരു സമയമാണ് 19-20 എന്നൊക്കെ പറയുന്നത്. 2017, 18 ആ ഒരു സമയത്ത് ഞാൻ ദീപ ചേച്ചിയുടെ ചാനലും അശ്വതിയുടെ ചാനലൊക്കെ സ്റ്റാർട്ടിങ് ഒരു ഇംഗ്ലീഷ് ചാനലുകളൊക്കെ തൊട്ടേ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ മൾട്ടി ടാലൻറ്റഡ് ആയ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേര്, അപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം, നമുക്ക് കുറേ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഷോക്കേസ് ചെയ്യാൻ ആയിട്ട് ഒരു സ്പേസ് നമുക്ക് കിട്ടുകയാണ്. അലോങ് വിത്ത് നമുക്ക് പൈസ ഉണ്ടാക്കാനും പറ്റും. ഞാൻ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ഹോബിയുടെ പുറത്താണെന്നോ അല്ലെങ്കിൽ ഒരു ടൈം പാസിനൊന്നും ഒന്നും പറയില്ല കേട്ടോ. എനിക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് വേണം എന്ന് ഉള്ളത് കൺഫേം ചെയ്തിട്ട് തന്നെ തുടങ്ങിയിട്ടുള്ള ചാനലാണ്. പക്ഷെ ഞാൻ അതിലേക്ക് ഇനി എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. വോട്ടെവർ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നീഷ് എനിക്കാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഭയങ്കര ഇൻട്രസ്റ്റ്. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്, ഡ്രസ്സ് തുന്നാൻ ഇഷ്ടമാണ്, എംബ്രോയിഡറി ചെയ്യാൻ ഇഷ്ടമാണ്, പാടാൻ ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ഒരു ചാനലിനെ എടുക്കുന്നത് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഇടം അങ്ങനെ എടുക്കണേ. അതായത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാനലിൻ്റെ നീഷ് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ ബ്രോഡനായി പോയി. അതായത് യൂട്യൂബിൽ തന്നെ അറിയണ്ടേ ഈ കുട്ടിയുടെ വീഡിയോ ആർക്ക് അയച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത്. കാരണം അങ്ങനെ പോകുന്ന പ്ലേലിസ്റ്റ് ഒരു സമയത്ത് എനിക്ക് വെളിപാടുണ്ടായിട്ട് ഞാൻ അതിനെ 3 ചാനലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണ്ടായി. പക്ഷെ അതിന് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തില്ല. ഞാൻ ഒരു ടൈമിൽ മ്യൂസിക്കിന് മാത്രം ഞാനൊരു ചാനൽ തുടങ്ങി. അതിൽ നിന്ന് ഞാൻ മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അത് എനിക്ക് കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു രസത്തിന് എൻ്റെ ഒരു ഇഷ്ടത്തിന് എന്നുള്ള രീതിക്ക് തുടങ്ങിയിട്ടുള്ള ചാനലാണ് സിംഗ് ഫോർ ലവ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അതും എന്താ പറയുക കുറച്ച് വീഡിയോസ് ഇട്ട് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള പോലെ. അതൊരു 100 സബ്സ്ക്രൈബേഴ്സ് 110 സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉള്ളൂ. അത് ഞാൻ അങ്ങനെ ഒരു രസം അതിൽ ഞാൻ മോണിറ്ററി ബെനിഫിറ്റ് ഉദ്ദേശിച്ചിട്ട് ഉള്ള ഒരു ചാനലല്ല, ഒരു സന്തോഷം എന്നുള്ള നിലയ്ക്കുള്ളൊരു ചാനലാണ്. അതല്ലാതെ ഈ ചാനലിൽ നമ്മുടെ മെയിനായിട്ടുള്ള ചാനലിൽ ഇങ്ങനെ അവിയൽ പരിവെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ കുഴഞ്ഞിട്ടാണ് കണ്ടൻസ് കിടന്നിരുന്നത്. അപ്പം അതിനൊന്ന് എനിക്കെന്നെ തോന്നി ഇത് എന്തപ്പോൾ ഇത് ഇങ്ങനെ എന്നുള്ള രീതിക്ക്. അപ്പം അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ട് ചാനൽ വേറെ തുടങ്ങിയത്, ആർട്ടിസ്റ്റ് തുടങ്ങിയത്. പക്ഷെ ആർട്ടിസ്റ്റേയും എനിക്കങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ആ സമയത്ത് ഞാൻ ആലോചിച്ചത് ഓക്കെ എൻ്റെ ഈ ചാനലിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതിൽ ഇത്ര വീഡിയോസ് ഉണ്ട്. അപ്പോഴത്തെ എൻ്റെ ആർട്ടിസ്റ്റ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. എനിക്ക് മോണിറ്റൈസ് ആയി കിട്ടാൻ 3 വർഷം എടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു 5.5 വർഷമായി. നമസ്ക്ക് 6 മാസമുള്ളപ്പോഴാണ് ഞാൻ ചാനൽ
26ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞു. ജൂലൈ 2020 ജൂലൈയിലാണ് ചാനൽ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണക്കാക്കി വയ്ക്കുള്ളൂ. 833+ വീഡിയോസ് ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 6 മാസം ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു 6 മാസം ഒരു ജോലി ട്രൈ ചെയ്തിരുന്നു. പുറത്ത് ഒരു ഫിനാൻഷ്യൽ ജോലി ചെയ്തിട്ടുണ്ട്. എനിക്കത് വർക്കായില്ലേ, ഞാനത് വിട്ടു. അപ്പോൾ ആ ഒരു 6 മാസത്തെ ഒരു കണ്ടിന്യൂസ് ബ്രേക്ക്, ആ ഒരു 6 മാസത്തിൽ 2-3 വീഡിയോസ് അല്ലാതെ എനിക്കൊന്നും ഇടാൻ പറ്റിയില്ല, ചാവ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതല്ലാതെ ഞാൻ ഈ ചാനലിൽ ഒരു ബ്രേക്കും അങ്ങനെ എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷെ എന്നിട്ടും ഇത് ഒന്നും ആയില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കാണെങ്കിൽ ഇത്രയൊക്കെ ആക്കിയിട്ട് അതിലത്രയ്ക്കും പണിയെടുത്തിട്ട് അതങ്ങനെ വിടുക എന്ന് പറയുന്നത് അതത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമില്ല, ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഈ വർഷം തുടങ്ങുന്ന സമയത്ത് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ, ആർട്ട് കംപ്ലീറ്റ് ആയിട്ട് മറ്റേ ചാനലിലേക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഇതിൻ്റെ മെയിൻ നീഷ് അല്ലെങ്കിൽ ഇതിൽ കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ളത് ഹാൻഡ് എംബ്രോയിഡറി, ഡ്രസ് ഡിസൈനിങ്, കുട്ടികളുടെ ഡ്രസ്സാണ് ഞാൻ അധികം. അത് ഒരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എന്നുള്ള പോലെ അങ്ങനെ കുറേ കണ്ടൻസ് ഉണ്ട്. അതാണ് എൻ്റെ ചാനലിൻ്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള, അതായത് ഒരുപാട് വീഡിയോസ് അതിനുണ്ടല്ലാന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ സ്ട്രൈക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ബാക്കിയുള്ള കണ്ടന്റിനെ കംപ്ലീറ്റ് ആയിട്ട് ആ ചാനലിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. തുടക്കത്തിൽ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതല്ലാണ്ട് നമുക്ക് വേറൊരു പ്ലേലിസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അൺലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്തോ ആണ്. തുടക്കത്തിലുള്ള പ്ലേലിസ്റ്റ് ആണ്. തുടക്കത്തിൽ ഈ പറഞ്ഞ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തെറ്റായിട്ട് പറയാൻ പറ്റില്ല, നമ്മൾ കണ്ടിരുന്ന ആളുകളും പലതരത്തിലുള്ള കണ്ടന്റ്സ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ നമ്മളൊരു ബ്രോഡായിട്ടുള്ള ഒരു നീഷ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നാട്ടുകാർക്ക് നമ്മൾ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും കാണുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾ സെലിബ്രിറ്റീസിൻ്റെ ചാനൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു നീഷ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള അങ്ങനെ നീഷൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പേളിമാണിയുടെ ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കുക്കിംഗ് വീഡിയോസ് കാണിക്കാറുണ്ട്, ലൈഫ് സ്റ്റൈൽ കാണിക്കാറുണ്ട്, പോഡ്കാസ്റ്റ് കാണിക്കാറുണ്ട്, ട്രാവൽ വ്ളോഗ്സ് കാണിക്കാറുണ്ട്, അങ്ങനെ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് പോലത്തെ സംഗതികൾ കാണിക്കാറുണ്ട്, അങ്ങനെ പലതും കാണിക്കാറുണ്ട്. പക്ഷേ അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ ആളുകൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്താലും അവർക്ക് വ്യൂസ് വരും. പക്ഷെ ഒരു സാധാരണ ഒരാളെന്നുള്ള രീതിക്ക് നമ്മുടെ ഈ ഒരു കടൽ പോലെ കിടക്കുന്ന യൂട്യൂബിൽ നമ്മുടെ പ്ലേസ്, നമ്മളെവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മളെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കതിനുള്ള ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ അതാണ് എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പക്ഷെ ആ മിസ്റ്റേക്സ് ഗ്രാജുവലി നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അത് തിരുത്താൻ പറ്റിയില്ല. എനിവേ ഈ ഇയർ എൻഡിൽ ഞാനതൊന്ന് ക്ലിയർ ചെയ്ത് ചാനലിൻ്റെ സൗണ്ടായിട്ടുള്ള ഒരു ഏരിയ വീണ്ടും സ്ട്രെങ്തൻ ചെയ്യണമെന്നും ആണ് വിചാരിക്കുന്നത്. അതങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ മുന്നിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഫർദർ ഈ ഒരു ചാനലിൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഉണ്ടാവില്ല. വ്ളോഗ്സ് വൺസ് ഇൻ എ വൈൽ വ്ളോഗ്, ഈ പറഞ്ഞ പോലെ വർക്ക് ഫ്ലോ വ്ളോഗ് ഉണ്ടാകും. ആ വർക്ക് ഫ്ലോ വ്ളോഗിൽ ഞാൻ ചെയ്യണതെല്ലാതും ഒന്ന് ഫെച്ച് ചെയ്തു പോകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ ഒരു മെമ്മറി സേക്ക് നല്ല രീതിക്ക്. അതല്ലാതെ കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി, ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച്, ഡ്രസ് ഡിസൈനിങ്, കുട്ടികളുടെ ഡ്രസ്സ്, ആ രീതിക്ക് അങ്ങനെ പോയാൽ എങ്ങനെ വർക്കാവും എന്നുള്ളത് ഒരു എക്സ്പെരിമെൻറ്റും കൂടിയാണ്. നമ്മൾ പലതും ട്രയൽ ആൻഡ് എറർ മെത്തേഡാണല്ലോ. അപ്പോൾ ആ രീതിക്ക് കൂടി വേണ്ടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ ഒരു ക്രിയേറ്റർ ആരെങ്കിലും ക്രിയേറ്റേഴ്സിൻ്റെ ചാനൽ കാണുന്നുണ്ടോ? ചെറിയ ക്രിയേറ്റേഴ്സൊക്കെ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ നിലവിൽ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ ഡീമോട്ടിവേറ്റഡ് ആവണ്ട. ഇത് കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നന്നായി ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അതിൻ്റെതായ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഈവൻ എന്തോ നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ഫ്ലറിഷ്ഡ് ആവുമെന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു
പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ എന്തായാലും ഒരു ചാനൽ തുടങ്ങുക. ചിലപ്പോൾ നിങ്ങൾക്ക് സമയമെടുക്കും, ചിലപ്പോൾ ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സെറ്റാവും. എന്നെ സംബന്ധിച്ചൊരു സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ ബോധം വരാൻ വളരെ വൈകി, മനസ്സിലായിട്ടും പിന്നെയും വൈകി. അതായത് വിട്ട് കളയാൻ എല്ലാം നമുക്ക് ഈ എല്ലാം കൂടി കൂട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒന്ന് വിടാനായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ വിടുകയല്ല ഞാൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്തത്. ഓൾറെഡി സെപ്പറേറ്റ് ചെയ്തിട്ടിരുന്നു. അപ്പോൾ അതിലേക്ക് അങ്ങനെ ഒന്നും കൂടെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഈ വീഡിയോ ഞാൻ എവിടെ എൻഡ് ചെയ്യും എന്നുള്ളത് അറിയില്ല. എനിവേ, ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇതിലെന്തെങ്കിലും കുറച്ചും കൂടെ ക്ലിപ്സ് ആഡ് ചെയ്തിട്ട് ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇത് ഞാൻ ഇന്നലെ എഴുതി വെച്ച ടു ഡു ലിസ്റ്റാണ് കേട്ടോ. ഇന്നത്തേക്ക് ഓൾറെഡി 3-4 ടിക്ക് വീണിട്ടുണ്ട്. ഇനി ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണം, അത് കഴിഞ്ഞ് ലഞ്ച്, അത് കഴിഞ്ഞ് ഏട്ടൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, അത് കഴിഞ്ഞ് ചില്ലറ പണികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ എഴുതാത്ത വേറെയും കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ നടക്കുന്നുള്ളത് നോക്കാം. ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത് കൊണ്ടാണ് കുറേ കാര്യങ്ങൾ ഫ്ലോയിൽ ചെയ്യാൻ പറ്റാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് വേണ്ടി പോവുകയാണ്. വിവേട്ടിന് കാല് വയ്യാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഉപകാരമായി. എന്നെ കൊണ്ടുവിടാനും തിരിച്ചു വിളിക്കാൻ വരാനും ആളുണ്ട് ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ ഞങ്ങളൊരു പാടത്ത് കൂടെയാണ് കേട്ടോ പോണേ. ഷോർട്ട് കട്ടാണത്. ഇവിടെ നിറയെ ആമ്പൽ മാത്രമേ ഉള്ളൂ. ആമ്പലൊക്കെ നിറയെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വഴി ഇങ്ങനെ കടന്ന് ഈ പച്ചപ്പും ഹരിതാപയൊക്കെ കടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഗ്രൗണ്ടിലെത്തി. ഇത് അയ്യപ്പങ്കാവ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടും അതിൻ്റെ അമ്പലക്കുളം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടേക്ക് മാഷ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. താമരപ്പൂ വിരിഞ്ഞിട്ടുണ്ട് ഇവിടെ, പക്ഷേ അത് ഏകദേശമൊക്കെ ഒത്ത നടുക്കിലാണ്. ഈ പടിക്കൽ നിന്ന് പൊട്ടിക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ കിട്ടി അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമസ്വി പറഞ്ഞിരുന്നു നമസ്വിക്ക് കേക്ക് വേണമെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുണ്ടാക്കി വെക്കുന്നുണ്ട്. സാധാരണ സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്, വനില സ്പഞ്ച്. എഗ്ലെസ് ആണ് ഉണ്ടാക്കുന്നത്, കാരണം ഇവിടെ വ്രതമാണ്, അതുകൊണ്ട് നമുക്ക് മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനത് റെഡിയാക്കിയിട്ട് ഓവനിൽ വെക്കുമ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്. അവളെ വിളിക്കാനൊരു 4:15 ആകുമ്പോഴത്തേക്ക് പോകണം. അപ്പോൾ കറക്റ്റ് ടൈമാണ്. ഞാൻ ഇറങ്ങാൻ നേരത്ത് എനിക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ കേക്ക് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ ബർണറിൽ ആണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഏകദേശം എനിക്കൊരു 60 മിനിറ്റോളം എടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ അവളെ കൊണ്ടുവന്നു. അതിന് ശേഷം ഇത് ഓൾറെഡി പകുതിയാക്കി വെച്ചിരിക്കുന്ന പാനൽ സ്കർട്ടാണ്. നമസ്വിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അന്ന് സാരി വെച്ചൊരു ചുരിദാർ ചെയ്തിരുന്നില്ല, ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിക്ക്. അതിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് നമസ്വിക്ക് ഈ ഒരു പാനൽ സ്കർട്ടും ടോപ്പും ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ സാരിയുടെ മാക്സിമം യൂസേജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അന്ന് ചെയ്യാൻ പറ്റിയില്ല, അതങ്ങനെ വെച്ചു. പിന്നെ അത് ചെയ്യാനായിട്ടൊരു സമയം കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ടിരുന്നു. ഇപ്പം ഞാൻ ഇറങ്ങാൻ നേരമായി, 4:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4:15 ആവുന്നു. അപ്പോൾ ആ സമയത്ത് വന്ന് നോക്കിയപ്പോൾ കുക്കായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേൽഭാഗം ഒരു സ്വല്പം താന്നു പോയിട്ടുണ്ട്, സാരില്ല. നമ്മൾ തിരിച്ച് വന്നിട്ടാണ് ഈ കേക്ക് എന്ത് ചെയ്തത്, ആ കേക്കിൻ്റെ ടിന്നല്ല, എൻ്റെ കയ്യിലുള്ളൊരു ഡവറയിലാണ് ഞാനത് ബേക്ക് ചെയ്യാൻ വെച്ചത്. അതിൽ നിന്ന് ഡീമോൾഡ് ചെയ്ത് എടുത്തത് കേട്ടോ. കേക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ടീ കേക്കായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നല്ലത് കേട്ടോ. വലിയ പരിപാടിയൊന്നുമില്ല, എളുപ്പമാണ്. വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് യൂട്യൂബിൽ. ഞാൻ നോക്കിയത് നൂറാസ് കിച്ചൺ മാജിക്കോ അങ്ങനെ ഒരു ചാനലിൻ്റെ കേക്ക് റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ മുസിക്ക് സ്കേർട്ട് ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അളവും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. മീതെ ഇലാസ്റ്റിക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ലെങ്ത്ത് ചെക്ക് ചെയ്തപ്പോൾ ലെങ്ത്ത് കറക്റ്റാണ്. എനിക്കിനി ഇതിലേക്കൊരു ടോപ്പ് തുന്നാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു സ്ട്രാപ്പ് വരുന്ന പോലെ ബാക്കിൽ ഓപ്പണിംഗ് ആയിട്ട് ഒരു സിമ്പിൾ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ നെക്കിലേക്ക് ഹാൻഡ് വർക്ക് ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നാളെ നമുക്ക് മന്ത്ലി ടെസ്റ്റ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഇപ്പോഴെങ്കിലും മോളെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് നാളെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ
വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ ബാലൻസുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടോ കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.